വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ഡയറക്ടർ.in. ഞാൻ സിദ്ധേഷ് സി ഗോവിന്ദ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഒരു ലോഗോ ഡിസൈൻ ചെയ്യുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ എനിക്ക് ക്ലയന്റ് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയായിരുന്നു അയച്ചത്. Hi Siddesh C. Govind. I am Sandesh. I recently started a new business called Legends for a while now. I've been looking for someone that can design a professional logo branding for my business. I like pictorial marks. Can you help me out? Hey Sandesh. Thank you for reaching out. Can you tell me more about your business? Your activity, target audience. Okay. Legends offers a selection of pre-construction apartments with good locations. Our target audience sees investors and property agents. We want to convey a sense of leadership, integrity while at the same time being innovative. അപ്പോൾ ഗൂഗിളിൽ ഞാൻ ലെജൻഡ് എന്നുള്ള വേർഡ് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ കുറേ അധികം ലോഗോസ് കണ്ടു. പക്ഷേ എനിക്ക് വേണ്ടത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യൂണീക്ക് ആയിട്ടുള്ള ലോഗോ ആയിരുന്നു എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആയിട്ടുണ്ടായിരുന്നത്. relatedwords.org എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ലെജൻഡ്സ് എന്നുള്ള വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ വേർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വേർഡ്സുകൾ കാണിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് മൗസ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കുറേ അധികം വേർഡ്സ് ലെജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് കിട്ടും. അപ്പോൾ നമ്മൾ ആ വേർഡ്സുകൾ എല്ലാം കളക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു പിക്ചോറിയൽ ഐഡിയ കിട്ടും. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഫൈനലി ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊരു റോമൻ എംപററുടെ ഒരു ഹെഡ് ഇതാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത്. ഞാനത് പേപ്പറിൽ ഡ്രോ ചെയ്തു. പിന്നെ അത് ഇലസ്ട്രേറ്ററിലേക്ക് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഡ്രോ ചെയ്തു.
ഇപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റി. പിന്നെ ഷേപ്പെല്ലാം ഞാൻ വീണ്ടും പിന്നീട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ലെജൻഡ് എന്ന് പറയുന്ന വേർഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗാരമൗണ്ട് എന്ന് പറയുന്ന ഫോണ്ടാണ് യൂസ് ചെയ്തത് ലെജൻഡ് ടൈപ്പ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാനത് ക്രിയേറ്റ് ഔട്ട്ലൈൻ കൊടുത്ത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ആദ്യത്തെ ലെറ്ററായിട്ടുള്ള എല്ലും ലാസ്റ്റ് ലെറ്ററായിട്ടുള്ള എസ്സും എനിക്ക് കുറച്ച് വലുതായി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് മാത്രം സെപ്പറേറ്റ് ചെയ്തു, അൺഗ്രൂപ്പ് ചെയ്തിട്ട് കുറച്ച് വലുതാക്കി അത് അലൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്ന ഞാൻ ആദ്യം വരച്ചിട്ടുള്ള പേപ്പറിൽ വരച്ചിട്ടുള്ള സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ള അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഹെഡ്, അതായത് ഈ ലോഗോ നമ്മൾ അത് വർക്ക് ചെയ്തെടുക്കണം. അത് കുറച്ച് സമയം എടുത്ത് ഞാനത് വർക്ക് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ ലോഗോ ഒരു ഏകദേശം ഉദ്ദേശിച്ച ഇതിലേക്ക് ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ ലോഗോ കംപ്ലീറ്റ് ആയി. ഞാൻ ഇനി ഈ ഒരു ലോഗോ സേവ് ചെയ്യുകയാണ്. ഇനി ഇത് കളർ ചെയ്തെടുക്കണം. എനിക്ക് കളറ് ഞാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി പ്ലെയിൻ ആയിട്ടുള്ള സിംഗിൾ കളറല്ല, ഞാനൊരു ഗ്രേഡിയൻ്റ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതായത് ഒരു മെറൂണിഷ് ഗോൾഡ് വരുന്ന ഒരു കളറായിരിക്കണം ഇതിന് നന്നായിട്ട് പോവുക. അതുകൊണ്ട് ഞാനത് ഏകദേശം ആ ഒരു കളർ മിക്സ് ചെയ്തെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
കുറച്ച് കളറുകളെല്ലാം നോക്കി എക്സ്പെരിമെൻ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ആവശ്യമുള്ള ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു കളറിലോട്ട് എനിക്ക് ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ലോഗോ ഇവിടെ ഫൈനൽ ചെയ്യാണ്. ഒരു 3 കോമ്പിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഗോൾഡ്, ഞാൻ പറഞ്ഞ പോലെ ഗ്രേഡിയൻറ്റ്, രണ്ടാമത്തത് പ്ലെയിൻ ആണ്, ഒരു ഗ്രേയിഷ് ആയിട്ടുള്ളൊരു കളർ, പിന്നെ തേർഡ് വൺ ഇസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ 3 ഓപ്ഷനായിട്ടാണ് ഞാൻ ഈ ഒരു ലോഗോ ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ലെജൻസ് എന്ന് പറയുന്ന ഈ ലോഗോ പ്രോസസ്സ് നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഗൈഡ് ചെയ്യാം. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച്.